ചൈനയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ്, വുഹാൻ ലാബിൽ നിന്നും പുറത്തു വന്ന ആ ഭീകര വൈറസ് ലോകത്തെ ആകമാനം ലോക്ക്ഡൗണിലാക്കിയതും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുത്തതും നമുക്കറിയാവുന്നതാണ്. എന്നാൽ അതിന് പിന്നാലെ ചൈനയിൽ നിന്നും ഇനിയും ഒട്ടനവധി വൈറസുകളും മാരക രോഗങ്ങളും വരാനിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ പഠനങ്ങളാണ് ശാസ്ത്ര ലോകം പങ്കുവച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ചൈനയിൽ നിന്നും 22ഓളം വൈറസുകളെ, അതും 4ൽ 3 പേരും മരണപ്പെടാൻ സാധ്യതയുള്ള വൈറസ് വകഭേദങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 75% വരുന്ന മരണനിരക്ക്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു മഹാമാരി എത്തിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഭീതി ലോകത്തിന് സമ്മാനിക്കുകയാണ് ചൈന. എന്നാൽ ഇതിനിടയിൽ ചൈനീസ് നഗരങ്ങൾ, 12ഓളം നഗരങ്ങൾ അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. മറ്റൊരു വില്ലൻ കാരണം. അതേക്കുറിച്ചുള്ള വ്യക്തമായ ചില വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യക്കാർ പേടിക്കുന്ന ആ 3 രോഗങ്ങൾ ഇനി വരാനിരിക്കുന്ന 5 വർഷത്തിനുള്ളിൽ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ പരിശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ലോകത്ത് കോവിഡിനേക്കാൾ മാരകമായ പകർച്ചവ്യാധികൾ ഇനിയും വന്നേക്കും. ആ മുന്നറിയിപ്പ് നേരത്തെ തന്നെ ലഭിച്ചതാണ്. WHO പറയുന്നതനുസരിച്ച് അതിനോട് പൊരുത്തപ്പെട്ട് നമുക്ക് ജീവിക്കുക എന്നതല്ലാതെ ലോകാരോഗ്യ സംഘടനയ്ക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല എന്ന് വ്യക്തമായി തന്നെ പറയുന്നു. എത്രത്തോളം വാക്സിനുകൾ രൂപപ്പെടുത്തിയെടുത്താലും ആൻറ്റിഡോട്ടുകൾ കണ്ടെത്തിയാലും ഇത് വീണ്ടും പരിണമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചൈനയിലെ ഗവേഷകർ പറയുന്നതനുസരിച്ച് വവ്വാലുകളിൽ ആഗോള ആരോഗ്യത്തിന് തന്നെ ഗുരുതര ഭീഷണി ഉയർത്തുന്ന 22ഓളം പുതിയ വൈറസുകളെ കൂടി തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നുവെന്നാണ് പറയുന്നത്. മനുഷ്യനെന്ന പോലെ മൃഗങ്ങൾക്കും ഒരുപോലെ ഈ വൈറസ് ഭീഷണിയായിരിക്കും. കൊറോണ വൈറസ് മൃഗങ്ങളിൽ വലിയ തോതിൽ ഒന്നും തന്നെ പടർന്നതായോ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായോ ഒന്നും തന്നെ നമ്മൾ ഇതുവരെയും കേട്ടിരുന്നില്ല. പക്ഷേ ഇനി വരാനിരിക്കുന്ന വൈറസുകൾ മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും സാരമായി അത് ബാധിക്കും. അത് വലിയ ഭീഷണിയായി മാറുമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യുനാൻ പ്രവിശ്യയിൽ നിന്നും 2017നും 2021നും ഇടയിൽ ശേഖരിച്ച 142 വവ്വാലുകളുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത്. നേരത്തെ നിപ്പ വൈറസിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്, ശേഷം കൊറോണ വൈറസ്. എന്നാൽ ഇപ്പോൾ വവ്വാലുകളുടെ വൃക്കകോശങ്ങളിൽ ഈ വൈറസുകളെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതുവരെയും ശാസ്ത്രലോകം മനസ്സിലാക്കാത്തത്, പഠിക്കാത്തത്, അറിയാൻ കഴിയാത്തതായിട്ടുള്ള ഒട്ടനവധി വൈറസുകൾ ഈ ഭൂമുഖത്തുണ്ട്, ലോകത്തുണ്ട്, മനുഷ്യരിലേക്ക് എത്താതിരിക്കുന്നുണ്ട്. പക്ഷേ അവയൊക്കെ തന്നെ മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അതിൽ 2 വൈറസുകൾ മാരകമായ നിപ്പ, ഹൈദ്ര വൈറസുകളായി ജനിതകപരമായ ഏറ്റവും അടുത്ത് ബന്ധമുള്ളവയാണ്. കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, നഗരവ്യാപനം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ മൂലം വന്യജീവികളും മനുഷ്യരും തമ്മിൽ കൂടുതൽ ഇടപഴകേണ്ട സാഹചര്യം വരുന്നുണ്ട്. ഇതടക്കം സാഴ്സ്, എബോള, കോവിഡ് എന്നീ മാരക പകർച്ചവ്യാധികൾ, മഹാമാരികൾ പടർന്നു പന്തലിക്കാൻ, വ്യാപിക്കാൻ ഇടയായതുപോലെ തന്നെ ഈ പുതിയ വൈറസുകളും മനുഷ്യരിലേക്ക് എത്തിച്ചേരും. അതിനുള്ള കാലം വിദൂരമല്ല എന്നുകൂടിയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്നത് ഇത്തരത്തിലുള്ള വൈറസുകളായിരിക്കും. മനുഷ്യരിൽ നിന്നും മറ്റു മനുഷ്യരിലേക്ക് പകരുന്നതും അതുപോലെ തന്നെ മൃഗങ്ങളിലേക്ക് പകരുന്നതുമായിട്ടുള്ള വൈറസുകളെന്നാണ് ശാസ്ത്ര ലോകം പറയുന്നത്. വൃക്കകോശങ്ങളിലാണ് ഈ വൈറസുകൾ കണ്ടെത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ വവ്വാലുകളുടെ മൂത്രത്തിലൂടെ അത് വ്യാപിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നുള്ള മുന്നറിയിപ്പും പ്രത്യേകം പറയുന്നുണ്ട്. കാരണം വവ്വാലുകൾ തോട്ടങ്ങളിലും അതുപോലെ മറ്റ് ചെടികളിലുമൊക്കെ തന്നെ ഭക്ഷ്യ വിധേയമാക്കാനായി എത്തുമ്പോൾ കായ്കളിലും മറ്റ് കനികളിലുമൊക്കെ ഇതിൻ്റെ അംശമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മനുഷ്യരിലേക്ക് നേരിട്ട് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഭക്ഷിക്കുന്നവർക്കോ ഇതിൽ സ്പർശിക്കുന്നവർക്കോ ഈ വൈറസ് വളരെ വേഗത്തിൽ പിടിപെടാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ്. കൃഷിയിടത്തിനടുത്ത് കഴിയുന്ന പഴന്തീനി വവ്വാലുകളിലാണ് ഏറ്റവും പുതുതായി തിരിച്ചറിഞ്ഞ ഈ 2 വൈറസുകളെ കുറിച്ചുള്ള സൂചന ശാസ്ത്രജ്ഞർ പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വവ്വാലുകളിലെ മൂത്രം തോട്ടങ്ങളിലെയും മറ്റും പഴങ്ങൾ മലിനമാക്കി അങ്ങനെ രോഗം കൂടുതൽ വ്യാപിക്കാനുള്ളൊരു കാരണമായി ഇത് മാറിയേക്കും. വവ്വാലുകൾ കടിക്കാത്തത് കൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല എന്ന് കരുതി മനുഷ്യർ ഈ പഴങ്ങൾ കഴിച്ചാൽ അത് കാത്തിരിക്കുന്നത് മാരക രോഗത്തെ തന്നെ ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ പോലും എടുക്കാൻ കഴിയുന്ന പ്രഹരശക്തിയുള്ള ഒരു വൈറസ് ആയിരിക്കും ഉള്ളിലേക്ക് കടന്നുകൂടുന്നത്. വളരെ വേഗത്തിൽ തന്നെ ആ മൂത്രമോ മറ്റോ പറ്റിയിട്ടുള്ള കനികൾ, പഴങ്ങൾ അത് കഴിക്കുമ്പോൾ രോഗം വ്യാപിച്ച് മറ്റുള്ളവരിലേക്ക് അത് പങ്കുവെക്കാനായി സാധ്യത കൂടുന്നുവെന്നാണ് പറയുന്നത്. ഈ വൈറസുകൾ ശരീരത്തിനുള്ളിൽ കടന്നാൽ മാരകമായ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും മസ്തിഷ്ക വീക്കത്തിനുമൊക്കെ ഇടയാക്കും. 4ൽ 3 പേർ മരണപ്പെടുമെന്നാണ് പറയുന്നത്. 75% ഇതിൻ്റെ മരണനിരക്ക്. ഇത്രയൊക്കെ തന്നെ മാരകമാണെങ്കിൽ പോലും ഈ വൈറസുകൾ മനുഷ്യരിലോ മൃഗങ്ങളിലോ ഇതുവരെ ബാധിച്ചുവെന്ന റിപ്പോർട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ നാളെ ഒരു സമയത്ത് അത് കാത്തിരിക്കുക, അത് പ്രതീക്ഷിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ഇതോടൊപ്പം തന്നെ പുറത്തുവിടുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചൈനയെ ഇന്ന് ചിക്കൻ ഗുനിയ വലിയ തോതിൽ പിടിമുറുക്കിയിരിക്കുന്നത്. കുറച്ചധികം ദിവസങ്ങളായി ചൈനയിൽ ചിക്കൻ ഗുനിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ
പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചൈനയിലെ ഗാങ്ഡോക്ക് പ്രവിശ്യയിൽ ചിക്കൻ ഗുനിയ വ്യാപിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ജൂലൈ മുതൽ ഇവിടെ 7000-ലധികം കേസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മാസവും കേസുകൾ കുത്തനെ ഉയരുന്നു എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ചൈന ഇപ്പോൾ ഈ ചിക്കൻ ഗുനിയെ വളരെ ഗൗരവകരമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. COVID-19 മഹാമാരിയുടെ സമയത്ത് ഏതൊക്കെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു, അതിന് സമാനമായിട്ടുള്ള സുരക്ഷാ നടപടികൾ തന്നെയാണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. അതല്ലാതെ ഇതിനെ തുടച്ചു നീക്കാനായി കഴിയില്ല എന്നും റിപ്പോർട്ടുണ്ട്. രോഗം ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത് ഫുഷാൻ നഗരത്തിലാണ്. ഇവിടുത്തെ രോഗികളോട് പരിശോധനാ ഫലം നെഗറ്റീവ് ആകുന്നതുവരെ ആശുപത്രിയിൽ തുടരണമെന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഫുഷാൻ കൂടാതെ മറ്റ് 12 നഗരങ്ങളിലും ഈ രോഗബാധ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച മാത്രം ഏകദേശം 3000 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇപ്പോൾ 1387 കേസുകൾ കൂടി സ്ഥിരീകരിച്ചുവെന്നാണ് ചൈനീസ് അധികൃതർ പറയുന്നത്. കൊതുക് പെരുകുന്ന സ്ഥലങ്ങൾ വളരെ വേഗത്തിൽ നശിപ്പിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ അത് ഗുരുതരമായ പ്രശ്നമായി നോക്കിക്കാണുകയും അങ്ങനെ വീഴ്ച വരുത്തിയ ചില ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും ഒക്കെ അധികൃതർ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ചൈനയിൽ അപൂർവമായി മാത്രമേ ചിക്കൻ ഗുനിയ വ്യാപനം ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് വളരെ വ്യാപകമായി തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. ഈഡിസ് ഈജിപ്തി ആൽബോപിക്ടസ് കൊതുകുകളാണ് ചിക്കൻ ഗുനിയ പരത്തുന്നത്. പകൽ കടിക്കുന്ന ഈ കൊതുകിനെതിരെ അതിരാവിലെയും വൈകുന്നേരവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. ഡെങ്കി, സിക്ക വൈറസുകളും പടർത്താൻ ഈ കൊതുകുകൾക്ക് കഴിയുമെന്നുള്ളതും ഏറെ ഗുരുതരമായി ഈ വിഷയത്തെ കൊണ്ടുപോകും. കൊതുക് നശീകരണ പ്രവർത്തികൾ ഊർജിതമാക്കുകയും വ്യക്തിഗത സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതുമാണ് ഇതിനെതിരെയുള്ള ഏക പ്രതിരോധ മാർഗമെന്ന് പറയുന്നത്. ആഗോളതലത്തിൽ തന്നെ ചിക്കൻ ഗുനിയ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ മാസമായിരുന്നു മുന്നറിയിപ്പ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് ചൈനയിൽ ഇത് ഗുരുതരമായി തന്നെ ബാധിച്ചിരിക്കുന്നത്. ഇത്തവണ ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപുകളിലും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലും ദക്ഷിണേന്ത്യയിലും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിലുമാണ് ഈ വൈറസ് ശക്തമായൊരു തിരിച്ചുവരവ് നടത്തുമെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ വിലയിരുത്തൽ അനുസരിച്ച് 119 രാജ്യങ്ങളിലെ 5.6 ബില്യൺ ആളുകൾ ഇപ്പോൾ ഈ ചിക്കൻ ഗുനിയ ഭീഷണിയിൽ തന്നെ തുടരുകയാണ്. തായ്വാൻ, ഹോങ്കോങ്, യൂറോപ്പ് എന്നിവിടങ്ങളിൽ അമേരിക്കയിൽ യാത്ര ചെയ്തതിലൂടെ ചിലർക്ക് രോഗം ബാധിച്ചുവെന്നും റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ചിക്കൻ ഗുനിയ ബാധിച്ച് രാജ്യത്ത് ആരും തന്നെ മരിച്ചിട്ടില്ലെന്ന് ചൈനീസ് അധികൃതർ പറയുന്നുണ്ട്. എന്നിരുന്നാലും അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന കാര്യത്തിലാണ് സംശയം നിൽക്കുന്നത്. ചൈനയിൽ നിന്നും ഒരു വിവരവും അങ്ങനെ പുറത്തു പോകുന്നതല്ല. അവർക്ക് ബുദ്ധിമുട്ട് സംഭവിക്കുന്നതോ അവരുടെ ഭാഗത്ത് നെഗറ്റീവ് വരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ പുറത്തു വിടാറുമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച തായ്വാനിലും ചിക്കൻ ഗുനിയ ബാധ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവർ ചൈനയിൽ നിന്ന് മടങ്ങിയെത്തിയതിന് തൊട്ട് പിറകെയാണ് ഈ രോഗബാധ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊതുകുകളുടെ കടിയിലൂടെ മാത്രമേ ചിക്കൻ ഗുനിയ വൈറസ് പകരൂ. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഒരിക്കലും ഈ രോഗം പകരില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം.